ഇൻട്രോവേർട്സ്, എക്സ്ട്രോവേർട്സ്, ഇതിനിടയിലെ ആംബിവേർട്സ് ഒക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ശാന്തമായ ചുറ്റുപാടുകൾ ഇഷ്ടപ്പെടുന്ന, സാമൂഹിക ഇടപെടലുകൾ പരിമിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏകാന്തതയ്ക്ക് മുൻഗണന നൽകുന്ന ഇൻട്രോവേർട്സും, അതുപോലെ ആളുകളുമായി ഇടപഴകാനും സാമൂഹിക ചുറ്റുപാടുകളിൽ ആനന്ദം കണ്ടെത്താനും ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന എനർജിയുള്ള എക്സ്ട്രോവേർട്സും. ഈ രണ്ട് കൂട്ടരുടെയും നടുക്കായിട്ട് ആംബിവേർട്സ് ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതിനോടും അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളോടും ഒരേപോലെ താല്പര്യമുള്ള വ്യക്തികളാണ് ഇവർ. ഇപ്പോഴിതാ ഒരു പുതിയ ഗ്രൂപ്പ് കൂടി ഇന്റർനെറ്റിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. ആളുകളെ ഇഷ്ടമാണ്, പക്ഷേ ഗ്രൂപ്പുകളെ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടരാണ്. ഓട്രോവേർട്സ് ആണ് ഈ കൂട്ടർ. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാമി കാമിൻസ്കി കണ്ടുപിടിച്ച ഈ വ്യക്തിത്വ സവിശേഷത വളരെ സൗഹാർദ്ദപരവും എന്നാൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെട്ടിരിക്കുന്നതായി തോന്നാത്തതുമായ ഒരു വ്യക്തിയാണ്. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ സ്വയം എങ്ങനെ നിർവചിക്കുന്നു? ഡേറ്റിംഗ് ആപ്പുകളിലോ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങളോട് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. മറുപടിയായി നമ്മളിൽ മിക്കവരും ഒരു ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആണെന്ന് പറയുന്നു. ഇനി ആംബിവേർട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഓട്രോവേർട്ട്. ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി ഇരിക്കുക എന്നതാണ് ഇതിനർത്ഥം. മറ്റുള്ളവർ എന്നർത്ഥം വരുന്ന ഓട്രോ എന്ന സ്പാനിഷ് പദത്തിൽ നിന്നാണ് ഈ ഒരു പദം വന്നിരിക്കുന്നത്. മറ്റുള്ളവരുമായി തങ്ങളുടെ വ്യക്തിത്വം ലയിപ്പിക്കേണ്ട ബാധ്യത ഓട്രോവേർട്ടുകൾക്ക് തോന്നുന്നില്ല എന്നാണ് ഡോക്ടർ റാമി പറയുന്നത്. ബാല്യത്തിലെ സാംസ്കാരിക കണ്ടീഷനിങ് വിവിധ ഐഡന്റിറ്റികളുമായും ഗ്രൂപ്പുകളുമായും നമ്മുടെ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതിന് മുൻപ് നാം എല്ലാവരും ഓട്രോവേർട്ടുകളായി ജനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ റാമിയുടെ അഭിപ്രായത്തിൽ ഓട്രോവേർട്ടുകൾ ഏതെങ്കിലും ഗ്രൂപ്പിനോട് ചേർന്നിരിക്കുന്നുവെന്നോ ഇല്ലെന്നോ തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് ഓട്രോവേർട്ടുകൾ സ്വന്തം ചിന്തകളിലൂടെയാണ് സ്വയം എനർജി കണ്ടെത്തുന്നത്. ഇവർ വീണ്ടും എനർജൈസ് ആവാൻ വേണ്ടി ഗ്രൂപ്പിൽ നിന്ന് പിന്മാറേണ്ടതില്ല. കാരണം ഗ്രൂപ്പ് അല്ല ഈ കൂട്ടരെ ഡ്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നിലേക്ക് വലിക്കുന്നത്, മറിച്ച് ഗ്രൂപ്പ് ചിന്തയോടുള്ള സമ്പർക്കമാണ് ഇവരെ ക്ഷീണിപ്പിക്കുന്നത് എന്നാണ് റാമി പറയുന്നത്. വലിയ ഗ്രൂപ്പ് ക്രമീകരണങ്ങളെക്കാൾ പരസ്പരം അടുപ്പമുള്ള ബന്ധങ്ങളിലാണ് അവർ കൂടുതൽ സുഖകരമായിരിക്കുന്നത്. പിന്നെ ഇവർ പിയർ പ്രഷർ, അതായത് സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് ഇരകളാകുന്നില്ല. മാത്രമല്ല എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്നോ സംസാരിക്കുന്നതെന്നോ അറിയുന്നതിലൊന്നും ഇവർക്ക് താല്പര്യവുമില്ല. ഹോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയമൊന്നും ഈ കൂട്ടർക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒരു തരത്തിലുമുള്ള വാലിഡേഷനും ഇവർക്ക് ആവശ്യവുമില്ല. ഓട്രോവേർട്ടുകൾ മൃതഭാഷികളും മര്യാദയുള്ളവരും സഹായകരമായിരിക്കുമെന്നും അതുപോലെ ചെറിയ സംസാരമോ വിശാലമായ സാമൂഹിക വലയമോ അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ അവർ ആഴത്തിലും ആധികാരികവുമായും പരസ്പരം ഇടപഴകുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നു. കൂടാതെ ജോലി സ്ഥലത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു ടീമിൽ ആയിരിക്കുന്നത് ഈ വ്യക്തിക്ക് ക്ഷീണമുണ്ടാക്കിയേക്കാം. അവർ സ്വയം തൊഴിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ടീമിനെ കൈകാര്യം ചെയ്യുന്നതോ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ബന്ധങ്ങളിലാണെങ്കിൽ ഈ വ്യക്തികൾ കൂടുതൽ ശക്തവും അർത്ഥവത്തായതുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ഒരു ഓട്രോവേർട്ട് ആകുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പരിശോധിക്കാം. ശരിക്കും ഈ ഒരു ക്ലബിൽ ചേരാൻ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായി ശക്തമായി ഇണങ്ങിച്ചേരാനും ബന്ധപ്പെടാനും കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഒരു കൂട്ടം എങ്ങനെ കൂട്ടായി ചിന്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടറാണ് പറഞ്ഞത്. ഒപ്പം നമ്മൾ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിനാൽ വ്യത്യസ്തമായ ഒരു നിലപാട് രോഗാവസ്ഥയായി മനസ്സിലാക്കപ്പെടുന്നു. ഒറ്റപ്പെട്ടവരെ വിചിത്രരായി കണക്കാക്കുന്നു. കാരണം അവർ സാമൂഹികമായി ഇടപെടുന്നതിനേക്കാൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. നമ്മുടെ തകർന്ന കോപാകുലമായ ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വഴി കാണിക്കാനും ഓട്രോവേർട്ടുകൾ നന്നായി സജ്ജരാണ്. കാരണം വളരെ ലളിതമാണ്. അവർ തങ്ങളെപ്പോലുള്ള ആളുകളെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലെ മുഖമില്ലാത്ത അംഗങ്ങളായിട്ടല്ല, മറിച്ച് വ്യക്തികളായിട്ടാണ് കാണുന്നത്. വ്യത്യസ്തരായ, താഴ്ന്നവരായി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നവരായി കാണാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രൂപരഹിതമായ ഗ്രൂപ്പിനെ വെറുക്കാൻ എളുപ്പമാണ് എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരുമ്പോൾ അയാൾ വളരെ വ്യത്യസ്തനും പ്രത്യേകതയുള്ളവനുമായി തോന്നുകയാണെങ്കിൽ അയാളെക്കുറിച്ചെല്ലാം പഠിക്കാനും അയാൾ അത്തരക്കാരനാകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും വേറിട്ട് നിൽക്കുന്ന ഒരാളെ അറിയാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.